എന്തായാലും സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. ഇപ്പോൾ ക്യാമറാമാനും സംവിധായകനുമാണ് ഈ സിനിമയുടെ ശരിക്കുള്ള താരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സംവിധാനം തുടങ്ങാം. എന്താണ് ബോളാഗോളം, എന്തുകൊണ്ട് ഈ സിനിമ കാണണം? ബോളാഗോളം എന്ന് പറയുന്നത് അതൊരു ചൊല്ലിൽ നിന്നുണ്ടായ പേരാണ്. വെച്ചാൽ ഫുട്ബോൾ ഈ ഭൂഗോളത്തിൻ്റെ ഒപ്പം പിറന്ന കളിയാണെന്ന് പറയാം. ബാക്കിയുള്ള കളികളൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ്, പക്ഷേ ഫുട്ബോൾ ഈ ഭൂഗോളത്തിൻ്റെ ഒപ്പം പിറന്ന കളിയാണെന്ന് പറയാം. അതിൽ നിന്നാണ് ബോളാണ് ഗോളം, ബോളാഗോളം എന്ന ഒരു ഒറ്റ വാക്ക് നമ്മൾ കണ്ടെടുക്കുന്നത്. അങ്ങനെ അത് ഈ സിനിമയിൽ അത് അത്രമേൽ ആവശ്യമാണ്. ഈ സിനിമ ഫുട്ബോളിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഫുട്ബോൾ മാത്രമല്ല, അതിനകത്ത് ലൈഫ് വരുന്നുണ്ട്. കാരണം ഒരു മാച്ച് ടൈം എന്ന് പറയുന്നത് മാക്സിമം എക്സ്ട്രാ ടൈമേക്ക് നീണ്ടാൽ പോലും 2 മണിക്കൂറുള്ളൂ. ബാക്കി 22 മണിക്കൂറും ജീവിതം തന്നെയാണ്. അപ്പോൾ അതും സിനിമയിലും അത് അങ്ങനെ തന്നെയാണ്. 2 മണിക്കൂർ കളിക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, സെയിം ടൈം ഇമോഷൻസിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ലൈഫിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ലൈഫ് പാസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഫുട്ബോൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ടാഗ് ലൈൻ. ഫുട്ബോളിനും ജീവിതത്തിനും ഇടയിലെ കൊടുക്കൽ വാങ്ങലുകളുടെ കഥയാണ് സിനിമ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതാണ് ബോളാഗോളം. ഈ സിനിമ എന്തിന് കാണണമെന്ന് ചോദിച്ചാൽ, ഈ സിനിമ നമ്മൾ ടിക്കറ്റ് സ്റ്റോക്കണം എന്നുള്ളതാണ് സിനിമേൻ്റെ മറ്റൊരു പ്രമേയം. എന്നുവെച്ചാൽ നമ്മൾ എടുക്കുന്ന ഓരോ ടിക്കറ്റും അത് നമ്മൾ സ്ക്രീനിൽ ഒരു സിനിമ കാണുക എന്നതിനപ്പുറത്ത് റിയൽ ലൈഫിൽ ഒരു ഗ്രൗണ്ട് കൊണ്ടുവരിക എന്നുള്ളത് കൂടി സിനിമയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഒരു നന്മയും അല്ലെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട്, ഉദ്ദേശ ലക്ഷ്യം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമയുമായി മുന്നോട്ട് വരുന്നതിന് അതിന്റെ പേരിലാണ്. സംവിധായകന്റെ ആദ്യത്തെ സിനിമയാണ്, പക്ഷെ ക്യാമറമാൻ സീനിയർ ക്യാമറമാനാണ്. കുറെ സിനിമകളായില്ലേ? ഇതിന്റെ 10ാമത്തെ സിനിമയാണ്. എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ മുമ്പ് പരിചയം ഉണ്ടോ? ഒരു നാട്ടുകാരാണോ? ആക്ച്വലി എന്റെ നാട്ടുകാരാണ്, എന്റെ സുഹൃത്താണ്, ഞങ്ങൾ അടുത്ത വീടുകളാണ്. ഒരു കാര്യം ഞാൻ ഇടപെട്ട് പറയാം. ഈ സിനിമന്റെ സ്ക്രിപ്റ്റുമായിട്ട് ഞാൻ വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന സിനിമയാണ്. സ്ക്രിപ്റ്റ് എഴുതി ഞാൻ സ്ക്രിപ്റ്റ് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, നമുക്ക് ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ നിരുത്സാഹപ്പെടുത്തിയ ഒരാളാണ്. അതെന്താ കാരണം? ഈ സിനിമയില് ഇവന് ഫസ്റ്റ് പടമാണ്, അതിനു മുമ്പ് പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. എനിക്കിതിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതില് സിനിമ ഒരു വ്യവസായം ഇപ്പോൾ ഗവൺമെന്റ് പോലും പ്രഖ്യാപിച്ചതിലേക്ക് ഇപ്പൊ റീസെന്റ് ആണ്. ഇത് പൈസ ആണല്ലോ ഇതിന്, എന്തിനും ഒരു മൂലധനം. അത് എന്റെ നാട്ടിൽ ഇവനൊരു സ്ക്രിപ്റ്റ് പറയുമ്പോൾ എനിക്ക് ഇതിനൊരു പ്രതീക്ഷ ഉണ്ടായില്ല. അതിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡയറക്ടർ ഞാൻ കാണുന്നത് അല്ല, അദ്ദേഹത്തിന് വേറെ മുമ്പ് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. അത് അതിലേക്കാണ് വരുന്നത്. പക്ഷെ എനിക്ക് വേറെ കണക്ഷൻ ഉണ്ട്, ഇമോഷണലി കണക്ഷൻ ഉണ്ട്. അതായത് എന്തൊക്കെയാകുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ആദ്യ കാലത്ത് എന്റെ തുടക്കത്തിൽ ഒരു ക്യാമറ ഇതാണ്, ഞാനന്ന് ആക്ടർ ചെയ്യും, ഒരു ക്യാമറ ഇതാണ്, ഇതിലൂടെ ഷൂട്ട് ചെയ്ത ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ അതിന് മുന്നിലേക്കാണ് സൂചിക്കുന്നത്. അങ്ങനെ ഒരു കൗതുകം തോന്നിയിട്ടാണ് ഈ ക്യാമറയുടെ ക്യാമറ ചെയ്തത്. പക്ഷെ അവൻ വേറെ വഴി പോയി, ഞാൻ എന്റെ തലത്തില് ഈ പാഷൻ ഞാൻ മുറിവ് പിടിച്ചു. ക്യാമറയിലൂടെ ഇഷ്ടം തോന്നി. ഗൾഫിൽ നിന്ന് വന്നപ്പോ ഒരു ആന്റി ക്യാമറ ഇവര് ആ ആന്റി ക്യാമറ പറഞ്ഞു ഇനി പഠിച്ചോണ്ടിരിക്കുന്ന സമയം. അപ്പൊ എനിക്കിതില് കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ സ്ക്രിപ്റ്റിലേക്ക് വരാം, ബോളാവത്തിലേക്ക് വരാം. എന്റെ ഇത് ഇപ്പം പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് കേട്ടപ്പോ, സ്ക്രിപ്റ്റ് അല്ല ആക്ച്വലി ഇങ്ങനെ പടം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് തിരക്കാണ്, പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഇവനെ അതിലേക്ക് കൊണ്ടുവരേണ്ടത് എനിക്ക് ലക്ഷ്യം. ഇവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എനിക്ക് പേടിയാണ്. ഞാൻ സിനിമയെ അങ്ങനെ നോക്കിക്കാണുന്ന ആളുകൊണ്ട് അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇവനും എൻ്റെ കൂട്ടുകാരൻ കരീം, പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ, ഇവരൊക്കെ എന്നെ നേരിട്ട് വിളിച്ചിട്ടാണ് നമുക്കിത് ചെയ്യേണ്ട സബ്ജക്റ്റ്. അപ്പൊ ഇങ്ങനെ സ്ക്രിപ്റ്റ് അയക്കാൻ പറഞ്ഞു. സ്ക്രിപ്റ്റ് അയച്ച് വായിച്ചപ്പോൾ എൻ്റെ നാട് എനിക്ക് റിലേറ്റ് ആണ് എൻ്റെ സബ്ജക്റ്റ്. മീൻസ് ഇതിലൊരു ക്യാരക്ടർ പോലും ഞാൻ വേറെ ആൾ ചെയ്തിരുന്നെങ്കിലും സീരിയസ്ലി പടം കാണുമ്പോൾ കാണുന്നവർക്ക് എത്തും, എൻ്റെ നാട്ടിലെ ആളുകൾക്ക് എത്തും, പുറത്താളുകൾ അറിയുന്നില്ല. പക്ഷേ ഇമോഷണലി ആ സ്ക്രിപ്റ്റിൽ ഞാനും ഭാഗം. ഈ ഇങ്ങനെ റിയൽ ലൈഫിൽ ഒരു ഗ്രൗണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. അതിൽ ഞാൻ അന്ന് ഖജാഞ്ചിക്ക് ആ ഗ്രൗണ്ടിന്, അത് ആ ക്ലബിൻ്റെ ഖജാഞ്ചി. അങ്ങനെ അങ്ങ് ഗ്രൗണ്ടിൽ പോയി ഞാനും ഭാഗം. ഗ്രൗണ്ടിൽ പോയതിനു ശേഷം പിന്നെ ഞാൻ നാട്ടിൽ അധികം ഇമോഷണലി എനിക്കും കട്ടായിരുന്നു. നാടേ എനിക്ക് അങ്ങനെ ആയി. പിന്നെ കുറേ കാലം ഇപ്പോൾ 12 വർഷമായിട്ട് കൊച്ചിയിലാണ്. ഇടയ്ക്ക് പോകും, ഇങ്ങനെ വർക്കില്ലാത്ത സമയത്ത് പോകും, ഇരിക്കും എന്നല്ലാണ്ട് നടന്നിട്ടൊരു കണക്ഷൻ വിട്ടുപോയി. അതൊക്കെ ആ കണക്ഷൻ ഉണ്ടാക്കിയതായിരുന്നു ആ ഗ്രൗണ്ട്, ആ ക്ലബ്ബ്. ഇപ്പൊ ഈ സിനിമ കാരണം വീണ്ടും കണക്ഷൻ കണക്ഷൻ ആവണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഞാൻ എൻ്റെ റിക്വസ്റ്റ് ചെയ്യാം, എനിക്കത് ചെയ്യാൻ പറ്റുമോ? ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാം. സിനിമന്റെ അപ്പുറത്തേക്ക് നാട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഒരുപാട് പാഷനുള്ള ആളുകളുണ്ട്, പാഷന് മുറുകെ പിടിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പോൾ ഇവന്റെ കൂടെയുള്ള ഞാൻ ഇവന്റെ ഒരു പോസിറ്റീവ് കണ്ടു, ജിബ്രാന്റെ ഒരു പോസിറ്റീവ് കണ്ടെന്ന് വെച്ചാൽ, ജിബ്രാന്റെ കൂടെ അന്ന് ക്യാമറ ചെയ്തിരുന്ന ആളുകൾ ഇന്നും അതേ ഫീൽഡിൽ ഒരു സ്റ്റുഡിയോയിൽ ക്യാമറാമാനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ജിബ്രാൻ സെയിം ടൈം
അവന് നമ്മളെ നാട് വിട്ടു പോയെങ്കിലും അവൻ നാട്ടിൽ നിന്ന് സ്റ്റുഡിയോ തുടങ്ങി, സ്റ്റുഡിയോയിൽ നിന്ന് കൊച്ചിയിലേക്ക് വണ്ടി കയറി, സിനിമ മോഹം ഉണ്ടായി, ഒരുപാട് വെൽ നോൺ അതെ ചെന്നൈയിലല്ല ചെന്നൈയിലേക്കും പോയിട്ടുണ്ട്. അതെ, ഇൻഡിപെൻഡന്റ് ആവുമ്പോഴാണ് എല്ലാവരും നമ്മളെ നോക്കിക്കാണുന്നത്. അപ്പൊ എന്റെ നാട്ടിൽ പോലും അവനെന്തോ സിനിമയിലെ എന്തോ ആ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ ആളുകൾക്ക് കാഴ്ചപ്പാട് തിരുത്തിയത് എന്റെ ഒരു ഫസ്റ്റ് പടം വന്നപ്പോ ആയിരുന്നില്ല. ഏതായിരുന്നു ആദ്യത്തെ പടം? ഏതായിരുന്നു? പീസ്. പീസ്. അന്ന് ഞങ്ങൾ നാട്ടുകാരൊക്കെ കൂടി ഒരു അവന്റെ ഫ്ലെക്സ് ഒക്കെ അടിച്ച് തിയേറ്ററിൽ പോയി ഓളാക്കി ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത പടം. അന്ന് പോലും എനിക്ക് നാട്ടിൽ പോകാൻ പേടിയാ. എന്റെ ഫസ്റ്റ് മൂവി റിലീസ് ആകുമ്പോൾ അയ്യോ അതിന്റെ നാട്ടിൽ അങ്ങനെ ഉണ്ടല്ലോ ഒരു ക്യൂരിയോസിറ്റി. എങ്ങനെ വരുമെന്നുള്ള ഒരു ഉറപ്പില്ലായിരുന്നു. ആളുകൾ എങ്ങനെ എടുക്കുന്നില്ല. നമ്മൾ എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോബാണെങ്കിലും എന്നെ ഒരു പുറത്ത് ഔട്ട്സൈഡർ എങ്ങനെ എന്നുള്ളൊരു സാധനം അതല്ലേ. പ്രത്യേകിച്ച് ഇന്റർവ്യൂ കൊടുക്കാൻ പോലും എനിക്ക് പേടിയാണ്. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ ചാലഞ്ച് നിൽക്കാറില്ല. ഇവൻ നിർബന്ധിച്ചോണ്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എന്റെ നാട്ടിൽ ഞങ്ങൾ പിന്നെ ഇതിൽ ഒരുപാട് ബഡ്ജറ്റ് പടമല്ല, ബഡ്ജറ്റ് ഞങ്ങൾ നാടൻ. ഐ മീൻ ഞാൻ വിളിച്ചാൽ വരുന്ന ആളുകൾ അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ക്രൗഡ്, ലോട്ട്സ് ഓഫ് ക്രൗഡാണ്. നേരത്തെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഡയറക്ടറോട് പേഴ്സണലി പറഞ്ഞിരുന്നു, ശരിക്കും ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ എത്ര പൈസ ചെലവ് നമുക്കറിയാം. അതാ പറഞ്ഞത് ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ നാട്ടിലെ ആളുകൾ, നാട്ടുകാരുടെ സഹായമാണ്. ഉറപ്പായിട്ടും. ഞാൻ വരും എന്ന് പറഞ്ഞാൽ വരാൻ ആളുകളുണ്ട്. സിനിമ എന്നുള്ള നമ്മൾ വിളിച്ചാൽ അത് ഈ പടത്തിന് ഗുണം ഒരുപാട് ഭയങ്കര ചലഞ്ചിങ് വരുന്നത്. കാരണം എനിക്ക് മറ്റുള്ള പടങ്ങൾ പ്രൊഡക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആളായോ എത്തിയ ക്യാമറ ഉണ്ടാക്കും, ഓക്കെ ഞാൻ മാറുന്നു, എല്ലാം കഴിഞ്ഞ് കൊണ്ടുപോയി ഞാൻ പോകണം. അല്ല, എല്ലാം കഴിഞ്ഞ് അസോസിയേറ്റ് സെറ്റ് ചെയ്ത ശേഷം ക്യാമറമാനോട് വന്നിരുന്നാൽ മതി. ഇത് അങ്ങനെയല്ല, ഇത് പ്രൊഡക്ഷൻ മാനേജറുടെ പണിയും ചെയ്യണം. ഇത് പ്രൊഡക്ഷൻ മാനേജർ അസോസിയേറ്റ് വന്ന് അവരെ കുറ്റം പറയാൻ അവനെ ആ നാട് അറിയില്ല, എനിക്കും ഇവര് ആ നാട് അറിയാം. ഞാൻ വിളിച്ചാല് ക്രൗഡ് പുള്ളിങ് ചെറിയ പരിപാടിയില്ല, ക്രൗഡ് എത്തിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ്. ഇനി എന്റെ നാട്ടിൽ പുതിയൊരു പടം ആയിട്ട് വരുമ്പോ ഞാൻ സലാം പറഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് പേടി ഫസ്റ്റ് തുടക്കം മുതലേ ഇതായിരുന്നു, എങ്ങനെ മാനേജ് ചെയ്യുന്നില്ല. അതെന്തായാലും ഓക്കെ, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു.